ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് അമ്മയും അച്ഛനും ആവണം. എന്റെ കേട്ടറിവ് വെച്ച് 18 വയസ്സുവരെ അവള് പത്മയായിരുന്നു. പക്ഷേ ആദർശ ധീരതയുടെയും കരുത്തിന്റെയും വാശിയുടെയും കാര്യത്തിൽ അവള് നിന്നെപ്പോലെയാ. നിന്നെപ്പോലെയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നിന്നെക്കാളും ഒരു പടി കൂടി മുന്നില. അവളെ നിന്റെ മകളാണല്ലോ എന്നോർത്ത് നിനക്ക് അഭിമാനിക്കാം. വരും കാലങ്ങളിൽ ഋതികയുടെ അച്ഛനെന്ന പേരിലായിരിക്കും നീ അറിയപ്പെടാൻ പോകുന്നത്. അന്നൊരു പക്ഷേ ഞാനുണ്ടായെന്ന് വരില്ല, എങ്കിലും എന്റെ വാക്കുകൾ സത്യമാകും. അവൾ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയ ഞാൻ ഓടി വന്നത്. എനിക്ക് അവളോട് സംസാരിക്കണം. ഇനിയിപ്പോ നാളെ വരെ കാത്തിരിക്കണം. നീ ഒന്ന് ഫ്രഷായി വാ, നമുക്ക് അത്താഴം കഴിക്കാം. അമ്മച്ചില്ല, ഞാൻ വരാം. ശരി പ്രതാപ. എന്റെ ഡാർലിംഗ് വരാനെന്താ ഇത്ര വൈകുന്നേ? ഉഫ്, ഈ കാമുകന്റെ ക്ഷമ കെടുന്നു. ഇതാരത്? പാലക് തിവാരിയോ? അതോ ആലിയ ഭട്ടോ? അല്ല, ഇനി കീർത്തി ഷെട്ടിയോ? ഒരു മഞ്ഞ മന്ദാരം പറന്നു വന്നതുപോലെ. എന്തൊരു നോട്ടാ രാജു, കടുവ ആടിനെ നോക്കുന്ന പോലെ. അത് ഞാൻ എന്റെ ഡാർലിങ്ങിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അയ്യടാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പറയ്, ആണിനെ വേണോ പെണ്ണിനെ വേണോ? ഇതെന്താ ലേലം വിളിക്കുന്നു? അവിടെ ആൺകുട്ടി ആയിരിക്കോ പെൺകുട്ടി ആയിരിക്കോ എന്നാ തർക്കം. സീരിയസ് ആയിട്ട് പറ, എന്താ ഡാർലിങ്ങിന് വേണ്ടേ? അത് എനിക്ക് ആൺകുട്ടിയാ വേണ്ടത്. അപ്പോ എനിക്ക് ആദ്യം ഒരു മകള് വേണം. ആദ്യം ഒരു മകളോ? അപ്പോ പിന്നെയുണ്ടോ? ആ, പിന്നെ ഒരു മകള്. അങ്ങനെ 10 പെൺമക്കള്. അപ്പന്റെ തൊഴിൽ പ്രസവാ? ഞാൻ ആജീവനാന്ത പ്രസവക്കാരി. എന്തായാലും എനിക്ക് 10 പെൺമക്കള് വേണം. അതെന്തിനാടോ 10 പെൺമക്കള്? വിമൻസ് ഹോസ്റ്റൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് വേറൊന്നുമല്ല, പെൺമക്കളായാലേ തന്തപ്പടി അനുസരിക്കുന്നവരായിരിക്കും. എന്നാ ഞാൻ എന്റെ ഒരു ഐഡിയ പറയട്ടെ രാജു. കേക്കട്ടെ. നമുക്ക് മക്കളെ വേണ്ട. എന്നിട്ട് മക്കളൊക്കെ വന്നാലേ നമ്മൾ തമ്മിലുള്ള സ്നേഹം ഡിവൈഡ് ചെയ്തു പോവും. രാജുവിന് ഞാനും, എനിക്ക് രാജു മാത്രം മതി. നമുക്കിങ്ങനെ പക്ഷികളെ പോലെ പറന്ന് ജീവിക്കാം.
ആ. എന്നിട്ട് 11 kV ലൈനിൽ പോയി മുട്ടി കരിയാനോ? ആ വേലേ അങ്ങ് മനസ്സിലിരിക്കട്ടെ. ആ, എന്തായാലും എനിക്കൊരച്ഛനാവണം. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ രാജു. നമുക്ക് അമ്മയും അച്ഛനും ആവണം. വാ. ഗജേന്ദ്രിയം ബുദ്ധിമാന്ദ്യം വരിഷ്ഠം വാനരവൃത്തം മുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എന്താ ഇത്? എന്ത്? ആഞ്ജനേയ ഭഗവാനേ, ഈ കുടുംബത്തിൽ അവശകുനങ്ങളെല്ലാം മാറ്റിത്തരണേ. കറങ്ങി നടക്കുന്ന ഗുളികന്മാരെ എല്ലാം ഒന്ന് ഓടിക്കണേ. ഇവർക്കെന്താ ഇളകിയ? ഓം ശം വിനായക, ഓം ശം വിനായക. ഓം ശം വിനായക, ഓം ശം വിനായക. അച്ഛമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? മിണ്ടരുത് വിടലേ. എന്റെ കൊച്ചിനെ വിടലേന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ ഓടിക്കഞ്ഞ്. ഇവരുടെ ശരീരത്തിലെ പാതിരാപ്പിശാശ് കയറിയേക്കാണ്. കളിയാക്കരുത്. ഞാൻ നിങ്ങളുടെ ഈ കുടുംബത്തിന് വേണ്ടി, ഈ നിൽക്കുന്ന രാജുവിനും കൃതികയ്ക്കും വേണ്ടിയാ ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്. ഇത് മാരുതവ്രതമാണ്, എല്ലാരും അനുഷ്ഠിക്കണം. ഞാൻ ഇന്ത്യയിലെ എല്ലാ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും ഒരു തീർത്ഥയാത്ര പോവുകയാണ്. നിങ്ങൾ തീർത്ഥയാത്ര പോകുന്നതിന് ഞങ്ങളുടെ ഉറക്കം കളയുന്ന എന്തിനാ? കേൾക്ക്. അകലേ നോവിനാലേ